പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്, പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണേണ്ടതാണ്. 10ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിയേ, 2a = 3b = 5c എങ്കിൽ a:b:c എത്രയാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. എന്താണ്? 2a = 3b = 5c ആണെങ്കിൽ a:b:c എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എപ്പോഴും എളുപ്പ വഴികളും ഇക്വേഷൻസും മാത്രം ശ്രദ്ധിക്കുന്നതിന് മുമ്പായിട്ട് ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം. നോക്കി, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 2a = 3b = 5c ആണെങ്കിൽ a:b:c എന്ത്? ഇവിടെ a:b:c കാണണം. a:b:c കാണണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലുള്ള എളുപ്പവഴി നോക്കിക്കോ. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എളുപ്പവഴി എ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയുള്ള a:b:c എന്നതിനകത്തിലെ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? b:c ചെയ്യണം. എ കണ്ടുപിടിക്കണമെങ്കിൽ b:c ചെയ്യണം. അടുത്ത ബി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? a:c കണ്ടോ? ആ ഒരു പദം ഒഴിവാക്കി ABC എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എ കണ്ടുപിടിക്കണമെങ്കിൽ ബിയും സിയും കൂടെ ഗുണിക്കണം. ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എയും സിയും കൂടെ ഗുണിക്കണം. ദെൻ സി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എയും ബിയും കൂടെ ഗുണിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടുത്തെ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയും സിയും കൂടെ ഗുണിക്കണം. ഇനി ബി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എയും സിയും തമ്മിൽ ഗുണിക്കണം. ഇനി സി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ ഗുണിക്കണം. ഇതാണ് നമ്മുടെ എളുപ്പവഴി. ഇവിടെ നോക്കിയേ, ഇതനുസരിച്ച് എ എന്ന് പറയുന്നത് എത്ര കിട്ടും? എ എന്ന് പറയുന്നത് b:c എന്ന് വെച്ചാൽ ബിയുടെ കൂടെ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ 3, ബിയുടെ കൂടെയുള്ള 3 ഇൻറ്റു ഇനി സിയുടെ കൂടെയുള്ള 5, ഇത് തമ്മിൽ ഗുണിക്കണം. 3ഉം 5ഉം കൂടെ ഗുണിക്കണം. ഓക്കെ, ഇനി ബി കാണണമെങ്കിൽ a:c അല്ലേ? എയുടെ കൂടെയുള്ള 2ഉം സിയുടെ കൂടെയുള്ള 5ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ നമുക്ക് ബി കിട്ടും. ഇനി സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എയുടെ കൂടെയുള്ള 2ഉം ബിയുടെ കൂടെയുള്ള 3ഉം തമ്മിൽ ഗുണിക്കുക. അപ്പം നമുക്ക് സി കിട്ടും. മനസ്സിലായോ? അപ്പോൾ a:b:c ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കണമെങ്കിൽ ബിയും സിയും കൂടെ ഗുണിക്കണം. ബി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എയും സിയും തമ്മിൽ ഗുണിക്കണം. സി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ a:b ചെയ്യണം. ഇനി നോക്കിയേ, എ എത്ര കിട്ടും? ഇവിടെ 3 × 5 എത്ര കിട്ടും? 15. അപ്പം 15 ഇനി ബി എത്ര കിട്ടും? ബി 2 × 5 10. ബി എന്ന് പറയുന്നത് 10 കിട്ടി. അടുത്ത സി എന്ന് പറയുന്നത് 2 × 3 6 ആണ്. 2 × 3 6 ആണ്. നമ്മുടെ ആൻസർ 15:10:6 എന്ന് കിട്ടി. ഓപ്ഷൻ എ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ എന്താ ചെയ്തത്? ഒന്നും കൂടെ നോക്കാം. എന്താ ചെയ്തത്? നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 2a = 3b = 5c ആണെങ്കിൽ a:b:c എന്ത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ a:b:c ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? b:c ചെയ്യണം. എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? b:c ചെയ്യണം. ഇനി ബി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? a:c ചെയ്യണം. ബി കണ്ടുപിടിക്കാൻ a:c ചെയ്യണം. ഇനി സി കണ്ടുപിടിക്കാനോ a:b ചെയ്യണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇവിടെ നോക്കിയാൽ b:c എന്ന് ചോദിച്ചാൽ ബിയുടെ കൂടെ കിടക്കുന്നതും സിയുടെ കൂടെ ഉള്ളതുമായ നമ്പർ കൊണ്ട് ഗുണിക്കണം. ബിയുടെ കൂടെ ഉള്ളത് 3 ആണ്, സിയുടെ കൂടെ 5 ആണ്. അപ്പോൾ b:c കൊണ്ട് അർത്ഥമാക്കുന്ന ബിയുടെ കൂടെയുള്ള 3 കൊണ്ടും സിയുടെ കൂടെയുള്ള 5 കൊണ്ടും ഗുണിക്കുക. a:c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കൂടെയുള്ള 2ഉം സിയുടെ കൂടെയുള്ള 5ഉം തമ്മിൽ ഗുണിക്കുക. a:b എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ കൂടെയുള്ള 2ഉം ബിയുടെ കൂടെയുള്ള 3ഉം കൊണ്ട് ഗുണിക്കുക. ദെൻ ഗുണിച്ച് ആൻസർ എഴുതുമ്പോൾ 3 × 5 15, 2 × 5 10,
2 × 3 6. നമ്മുടെ റേഷ്യോ കിട്ടി 15:10:6. ഓപ്ഷൻ എ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3A = 4B = 5C എങ്കിൽ A:2B:C എന്ത്? നോക്കിക്കോ, A:2B:C A:2B:C എന്ത്? A കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? B × C. A കണ്ടുപിടിക്കണമെങ്കിൽ B × C. ഇനി B ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? A × C. ഇനി C ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ A × B അല്ലേ? ഇനി B × C എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ കൂടെയുള്ള 4ഉം സിയുടെ കൂടെയുള്ള 5ഉം തമ്മിൽ ഗുണിക്കുക. ബിയുടെ കൂടെയുള്ള 4ഉം സിയുടെ കൂടെയുള്ള 5ഉം തമ്മിൽ ഗുണിക്കുക. ദെൻ A × C എന്ന് വെച്ചാൽ എയുടെ കൂടെയുള്ള 3ഉം സിയുടെ കൂടെയുള്ള 5ഉം തമ്മിൽ ഗുണിക്കുക. ഇനി A × B എന്ന് വെച്ചാൽ എയുടെ കൂടെയുള്ള 3ഉം ബിയുടെ കൂടെയുള്ള 4ഉം തമ്മിൽ ഗുണിക്കുക. നോക്കിയേ, 5 × 4 20, 3 × 5 15, 3 × 4 12. അപ്പോൾ നമുക്ക് 20:15:12 എന്ന് കിട്ടി കേട്ടോ. ഓപ്ഷൻ ബി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2A = 3B = 4C എങ്കിൽ A:2B:C എന്ത്? A:2B:C എന്ത്? എന്തായിരിക്കും? A എന്ന് പറയുന്നത് B × C ആണ് അല്ലേ? B × C ആണ് A. B എന്ന് പറയുന്നതോ A × C ആണ് B. C എന്ന് പറയുന്നതോ A × B. വാല്യൂ ഇട്ട് നോക്കിയേ. B എന്ന് പറയുന്നത് ബിയുടെ കൂടെയുള്ള 3 × സിയുടെ കൂടെ 4, 3 × 4. ദെൻ അടുത്തത് എയുടെ കൂടെ 2 × സിയുടെ കൂടെ 4. ദെൻ അടുത്തത് എയുടെ കൂടെ 2, ബിയുടെ കൂടെ 3. ഓക്കെ, 3 × 4 12, 2 × 4 8, 2 × 3 6. കണ്ടോ? ഇവിടെ നമുക്ക് ഓപ്ഷൻ കിട്ടിയല്ല, ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ ഈ ആൻസർ ഓപ്ഷനകത്തിലുണ്ടോ എന്ന് നോക്കിയേ. കണ്ടോ, ഈ ആൻസർ ഓപ്ഷനകത്ത് ഇല്ല. അതിനർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ എപ്പോഴും ഏറ്റവും ലീസ്റ്റ് നമ്പറിൽ വേണം എഴുതാൻ, ഏറ്റവും താഴെയുള്ള നമ്പറിൽ വേണം എഴുതാൻ. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ട് ഇതിനെ എല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആൻസർ കിട്ടി. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആൻസർ കിട്ടി. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആൻസർ കിട്ടി. നോക്കിയേ, നമ്മുടെ ആൻസർ 6:4:3. ഓപ്ഷൻ എ. മനസ്സിലായോ? ഓക്കെ, അടുത്ത കണക്ക് നോക്കിയേ. അടുത്ത കണക്ക് 2A = 5B = 7C എങ്കിൽ A:2B:C എന്ത്? A:2B:C എന്ത്? നോക്കിക്കോ, A:2B:C. ഇനി നമുക്ക് മറ്റേ ഇക്വേഷൻ ഒന്നും എഴുതാതെ ഡയറക്റ്റ് ചെയ്തു പോവാം. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B × C ആണ് അല്ലേ? A എന്ന് പറഞ്ഞാൽ B × C. 5 × 7 35. 5 × 7 35. ആദ്യത്തെ ആളെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാം. 10:14 വെട്ടിക്കളയാം അല്ലേ? നോക്കിയാൽ കാരണം എന്താ? ഇതിൻ്റെ 2ൻ്റെയും ആദ്യം ആരാ കിടക്കുന്നത്? 10ഉം 14ഉം ആണ്. നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ ആദ്യം ആരാ? 35 ഇനി B കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A × C ചെയ്യണം അല്ലേ? B കിട്ടണമെങ്കിൽ A × C. 2 × 7 14. 2 × 7 14. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടി A. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ CAയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേ. C എന്ന് പറയുന്നത് എന്താ? AB അല്ലേ? 2 × 5 10. 2 × 5 10. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത ആൻസർ A തന്നെ ശരിയാണ്. മനസ്സിലായോ? ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഇക്വേഷൻ ഒന്നും എഴുതാതെ ഡയറക്റ്റ് ചെയ്തു പോവാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. 3A = 4B = 9C എങ്കിൽ A:2B:C എന്ത്? A:2B:C എന്ത്? A:2B:C എന്താ? A:2B:C. ഓക്കെ, A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BC ആണ്. A എന്ന് പറഞ്ഞാൽ BC ആണ്. 4 × 9 അല്ലേ? 4 × 9 നമുക്കറിയാം 36. 4 × 9 36. A എന്ന് പറഞ്ഞാൽ 36 കിട്ടി. B എന്ന് വെച്ച് കഴിഞ്ഞാൽ A × C ആണ് അല്ലേ? A × C. 3 × 9 27. 3 × 9 27 C എന്ന് പറഞ്ഞാൽ A × B. ഇവിടെ A 3, ബിയുടെ കൂടെ ഉള്ളത് 4 3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 36:27:12 എന്ന ആൻസർ കിട്ടി. പക്ഷേ ഈ ആൻസർ നമ്മുടെ ഓപ്ഷനകത്തിലുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താ? ഇതിനെ ലഘൂകരിച്ചിട്ടുണ്ട്. എത്ര കൊണ്ട് നമുക്ക് ഇതിനെ എല്ലാവരെയും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും? എല്ലാ നമ്പറിനെയും പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും?
3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 3 കൊണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആദ്യത്തെ വീഡിയോസിൽ, ഇതിനു മുമ്പുള്ള വീഡിയോസിൽ, നമ്പർ സിസ്റ്റം എന്ന വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹരണ നിയമത്തെക്കുറിച്ച്. അത് നോക്കിയാൽ നമുക്കറിയാം ഈ എല്ലാ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ? 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 12 എന്ന് കിട്ടും. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 27നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 12നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 12:9:4. 12:9:4 ഓപ്ഷൻ എ. മനസ്സിലായോ? ഓക്കെ, അടുത്ത കണക്ക് നോക്കിയേ. 5a = 6b = 7c എങ്കിൽ a:b:c എന്ത്? a:b:c എന്ത്? നോക്കിക്കോ, a:b:c എന്താ? a:b:c എന്ന് വെച്ചാൽ a എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? b × c ആണ് a. ബിയുടെ കൂടെയുള്ള 6 × 7 അല്ലേ? അതാണ് b. എത്ര കിട്ടും? 42 എന്ന് കിട്ടും അല്ലേ? ഈ ഫസ്റ്റ് ആൻസർ കിട്ടുമ്പോഴേ നമുക്ക് ആൻസർ മനസ്സിലായി. ഓപ്ഷൻ എ ആണ് ആൻസർ. കാരണം എക്കകത്തിലേ ഉള്ളൂ 42 തുടക്കം വന്നേക്കുന്നത് അല്ലേ? നമുക്ക് കൺഫേം ചെയ്യാം. നോക്കിയേ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? a × c ആണ് അല്ലേ? 5 × 7 35. 5 × 7 35. ദെൻ c = c എന്ന് വെച്ചാൽ a × b ആണ്. ഇവിടെ a 5ഉം b 6ഉമാണ്. 5 × 6 30 അല്ലേ? ആൻസർ 42:35:30 ഓപ്ഷൻ എ. അപ്പോൾ ആദ്യത്തത് കാണുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം? ഗസ് ചെയ്തെടുക്കാം ഇതാണ് ആൻസർ എന്ന്. നമുക്ക് ടൈം ലാഭിക്കാൻ നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മോഡൽ നോക്കിയേ. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടല്ല, അടുത്ത മോഡലിനകത്തിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. എന്താ ക്വസ്റ്റ്യൻ? a/2. നമ്മുടെ ക്വസ്റ്റ്യൻ a/2 = b/3 = c/4. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ a:b:c കണ്ടുപിടിക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വരെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എയുടെ കൂടെ അല്ലെങ്കിൽ ബിയുടെ കൂടെ അല്ലെങ്കിൽ സിയുടെ കൂടെ ഏതോ ഒരു നമ്പർ ഗുണിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ എയുടെ കൂടെയും ബിയുടെ കൂടെയും സിയുടെ കൂടെയും കുറച്ച് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താണ് തന്നേക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഫ്രാക്ഷൻ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. a/2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? b/3 ഈക്വലാണ്. അതെന്തിന് ഈക്വലാണ്? c/4 ഈക്വലാണെങ്കിൽ a:b:c എന്ത്? ഇത് എളുപ്പ വഴി നോക്കിക്കോ. എളുപ്പ വഴിയാ. a:b കണ്ടുപിടിക്കാൻ, b:c കണ്ടുപിടിക്കാൻ എളുപ്പ വഴി. ഇങ്ങനെ ഫ്രാക്ഷനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സ്, ആ ഡിനോമിനേറ്ററുള്ള നമ്പേഴ്സിനെ എന്തായിട്ട് എഴുതുക? അംശബന്ധമായിട്ട് എഴുതുക. ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഛേദത്തിലുള്ള നമ്പേഴ്സിനെ എന്തായിട്ട് എഴുതുക? അംശബന്ധമായിട്ട് എഴുതുക. 2ൻ്റെ ഛേദത്തിലുള്ളത് 2 ആണ്, ബിയുടെ ഛേദത്തിലുള്ളത് 3 ആണ്, സിയുടെ ഛേദത്തിലുള്ളത് 4 ആണ്. ഇതിനെ അംശബന്ധ രൂപത്തിൽ എഴുതുക. അതാണ് ആൻസർ. 2:3:4 ഓപ്ഷൻ എ രൂപത്തിലാണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? a:b:c കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പരും ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പരും സിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പരും അംശബന്ധത്തിലാക്കി എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, a/3 b/4 c/5 എങ്കിൽ a:b:c എന്ത്? a:b:c എങ്ങനെ? പെട്ടെന്ന് പറ. എയുടെ ഡിനോമിനേറ്ററിലുള്ള 3, ബിയുടെ ഡിനോമിനേറ്ററിലുള്ള 4, സിയുടെ ഡിനോമിനേറ്ററിലുള്ള 5. ആൻസർ കിട്ടി 3:4:5. 3:4:5 ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, a/5 = b/7 = c/9 എങ്കിൽ a:b:c എന്ത്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എ എന്ന് പറഞ്ഞാൽ എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 5, ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 7, സിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 9. അപ്പോൾ ആൻസർ 5:7:9 ഓപ്ഷൻ എ. അടുത്ത മോഡൽ നോക്കിയേ. നമുക്ക് ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനെ പോലെ തന്നെ ഫ്രാക്ഷൻ രൂപത്തിൽ തന്നു. പക്ഷേ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a+b+c/b കണ്ടുപിടിക്കണം. a+b+c/b കണ്ടുപിടിക്കണം.
ഇവിടെ റേഷ്യോ അല്ല കണ്ടുപിടിക്കേണ്ടത്, എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ബി കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ത് കിട്ടും നമുക്ക്? എ ഈസ് ടു ബി ഈസ് ടു സി എന്ത് കിട്ടും? ഈ നമ്പേഴ്സിൻ്റെ എ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു സി ഡിവൈഡ് ബൈ 4 എങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്ത് കിട്ടും? നമുക്കറിയാം എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2, ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3, സിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 4. ഇതാണ് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്, സിയുടെ വാല്യൂ 4 ആണ് അല്ലേ? അപ്പോൾ ആ വാല്യൂസ് തന്നെ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ, ഇവിടുത്തെ എയുടെ വാല്യൂ എന്ന് വെച്ചാൽ എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂ, എയുടെ ഛേദത്തിലുള്ള വാല്യൂ എത്ര? 2. അപ്പോൾ നമുക്കിതിനെ എഴുതാം 2 പ്ലസ്, ഇനി ബി എന്ന് പറഞ്ഞാൽ ബിയുടെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ആയ 3 പ്ലസ് സി എന്ന് വെച്ചാൽ സിയുടെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ആയ 4 ഡിവൈഡഡ് ബൈ ബി അല്ലേ? ഡിവൈഡഡ് ബൈ ബി എന്ന് വെച്ചാൽ ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3. ആൻസർ എത്ര കിട്ടും? 2 പ്ലസ് 3 പ്ലസ് 4 5 പ്ലസ് 9 5 പ്ലസ് 4 9 അല്ലേ? അപ്പം 9 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ ബി. മനസ്സിലായോ? എന്താ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ ബി ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയുടെ വാല്യൂ എന്ന് വെച്ചാൽ എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, ബിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ സിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് വാല്യൂ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു സി ഡിവൈഡ് ബൈ 5 എങ്കിൽ എന്ത് കാണണം? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ എ കാണണം. എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ എ. ഓക്കെ, ഇവിടുത്തെ എയുടെ വാല്യൂ എന്താ? എയുടെ വാല്യൂ എന്ന് വെച്ചാൽ എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 3 പ്ലസ് ബിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 4 പ്ലസ് സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ സിയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 5 ഡിവൈഡ് ബൈ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എയുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3. ആൻസർ എന്താ കിട്ടും? 3 പ്ലസ് 4 7 പ്ലസ് 5 12. അപ്പം 12 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു ആൻസർ കിട്ടും 4 എന്ന് കിട്ടും. ഓപ്ഷൻ സി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എ ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു സി ഡിവൈഡ് ബൈ 5 എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ സി എന്ത്? നോക്കാം. ഇവിടുത്തെ എയുടെ വാല്യൂ എത്ര? എയുടെ വാല്യൂ 8 പ്ലസ് ബിയുടെ വാല്യൂ 7 പ്ലസ് സിയുടെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 5 എത്ര കിട്ടും? 20 ഡിവൈഡ് ബൈ 5 20 ഡിവൈഡ് ബൈ 5 4. ആൻസർ എ. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് സിമ്പിളായിരുന്നല്ലോ. അടുത്ത മോഡലിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത മോഡലാണ്. എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എന്ത്? എന്താ ക്വസ്റ്റ്യൻ? എക്സിൻ്റെ 15% എന്തിന് ഈക്വലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? വൈയുടെ 20% ഈക്വലാണ്. വൈയുടെ 20% ഈക്വലാണെങ്കിൽ എക്സ് ഈസ് ടു വൈ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നോക്കിക്കോ. എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന 15 ഉണ്ടല്ലോ, നമുക്ക് എക്സ് ഈസ് ടു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിൻ്റെ ഭാഗത്ത് എക്സിൻ്റെ കൂടെ കിടക്കുന്ന 15% എന്നുള്ള നമ്പറുണ്ടല്ലോ, 15 നമ്പർ, അത് നേരെ ഇപ്പുറത്ത് വൈക്ക് കൊടുക്കുക 15. വൈയുടെ കൂടെയുള്ള 20 എന്നുള്ള നമ്പറുണ്ടല്ലോ, അത് എക്സിനും കൊടുക്കുക. അപ്പോൾ 20:15. ഇതിൻ്റെ ചെറിയ രൂപം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4:3. രണ്ടിടത്തും 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ഡിവൈഡ് ബൈ 5 4 കിട്ടും. 15 ഡിവൈഡ് ബൈ 5 3 കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താ പറഞ്ഞേക്കുന്നത്? എന്താ എളുപ്പവഴി എന്തായിരുന്നു? നോക്കിക്കോ, ഒന്നും കൂടെ പറയാം. എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൻ്റെ 15% എന്തിന് ഈക്വലാണ്? വൈയുടെ 20% ഈക്വലാണ്. വൈയുടെ 20% ഈക്വലാണെങ്കിൽ എക്സ് ഈസ് ടു വൈ എന്താണ്? എക്സ് ഈസ് ടു വൈ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതിന് എക്സ് ഈസ് ടു വൈ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ശതമാനത്തിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി
അപ്പോൾ എക്സിൻ്റെ 15% ആർക്ക് പോവും? വൈയുടെ സ്ഥാനത്തേക്ക് പോവും. എക്സിൻ്റെ 15% എന്നുള്ളത് വൈക്ക് പോവും. വൈയുടെ 20% എന്നുള്ളത് ആരിലേക്കിടും? എക്സിൻ്റെ സ്ഥാനത്തേക്കിടും. അപ്പോൾ 20:15. 20:15ൻ്റെ ചെറിയ രൂപമാണ് എന്ത്? 20നെയും 15നെയും കോമൺ ആയിട്ട് നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? രണ്ടുപേരെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ 4 കിട്ടും, ഇവിടെ ആൻസർ 3 കിട്ടും. 4:3. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൻ്റെ 17% വൈയുടെ 19%ത്തിന് തുല്യമായാൽ, എക്സിൻ്റെ 17% വൈയുടെ 19%ത്തിന് തുല്യമായാൽ, 19%ത്തിന് തുല്യമായാൽ x/y എന്ത്? x/y എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്താൽ മതി? പരസ്പരം മാറ്റിയിടുക. എക്സിൻ്റെ 17 എന്നുള്ളത് ആർക്ക് കൊടുക്കണം? വൈയുടെ സ്ഥാനത്ത് കൊടുക്കണം. വൈയുടെ 19 എന്നുള്ളത് ആരുടെ സ്ഥാനത്തേക്ക് ഇടുക? 19ൻ്റെ എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഇടുക. ആൻസർ കിട്ടി 19:17. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സിൻ്റെ 25% എന്തിന് ഈക്വലാണ്? വൈയുടെ 35%ത്തിന് ഈക്വലാണെങ്കിൽ x/y എന്ത്? x/y എന്താ? എളുപ്പവഴി എന്താ? എക്സിൻ്റെ വാല്യൂ ആർക്ക് കൊടുക്കണം? വൈക്ക് കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ വൈക്ക് കൊടുത്തു. വൈയുടെ വാല്യൂ ആയ 35 എക്സിന് ഇട്ടു. ആൻസർ കിട്ടി 35:25. ഇതിൻ്റെ ചെറിയ രൂപമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. ദെൻ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ആൻസർ കിട്ടി 7:5. മനസ്സിലായോ? എളുപ്പ വഴിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. എക്സിൻ്റെ 30% എന്തിന് ഈക്വലാണ്? വൈയുടെ 40%ത്തിന് ഈക്വലാണെങ്കിൽ x/y എന്ത്? x/y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ മാറ്റിയിട്ട് കൊടുക്കുക. എക്സിൻ്റെ 30 ആർക്ക് കൊടുക്കുക? വൈക്ക് കൊടുക്കുക. എക്സിൻ്റെ 30 വൈയുടെ സ്ഥാനത്തിട്ടു. വൈയുടെ 40 എക്സിൻ്റെ സ്ഥാനത്തിട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി 40:30 അല്ലേ? രണ്ടിടത്തും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും. അപ്പോൾ ആൻസർ 4:3 എന്ന് കിട്ടി. എളുപ്പമല്ലേ? സിമ്പിൾ വഴിയല്ലായിരുന്നോ? ഇങ്ങനെ തരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ശതമാനം പരസ്പരം മാറ്റിയിട്ടാൽ മതിയാകും. അപ്പോൾ നമ്മളിന്ന് 4 മോഡൽ കണക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ 4 മോഡൽ കണക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ കണക്കുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനിയും കുറേ മോഡൽസ് നമുക്ക് ഈ അംശബന്ധം അനുപാതം എന്നുള്ള വീഡിയോസ് ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.